ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഷുഗർ പ്രമേഹ രോഗികളിൽ എങ്ങനെയാണ് ഷുഗർ ആദ്യം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പലപ്പോഴും പ്രമേഹ രോഗമായിട്ട് വരുന്ന നമ്മുടെ അടുത്ത് വരികയില്ല, ഒന്നുകിൽ ഷുഗർ നോക്കി ഷുഗർ ഹൈ ആണെന്ന് പറഞ്ഞാൽ വരുന്നത്. പക്ഷേ നമുക്കത് എങ്ങനെയാണ് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ചില കുടുംബങ്ങൾ നമുക്കറിയാം ഷുഗർ രോഗം പരമ്പരയായിട്ടുണ്ട്, പല തലമുറകൾ 3-4 തലമുറകൾ. അപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ 20 വയസ്സ് 30 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് സംശയം വരും, ഷുഗർ ഉണ്ടോ, ഷുഗർ പിടിക്കാൻ ചാൻസ് ഉണ്ടോ. അപ്പോൾ അവരിൽ ഏത് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് നേരത്തെ പ്രമേഹം കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. നമുക്കറിയാം പല ടെസ്റ്റുകളുണ്ട്. മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറാണ്. നമുക്കറിയാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ 126 മുകളിൽ WHO പറയുന്ന 126 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ, അതിന് മുകളിൽ ബ്ലഡ് ഷുഗർ കാണുകയാണെങ്കിൽ ഡയബറ്റീസ് ആണെന്ന് പറയും, പ്രമേഹ രോഗമാണെന്ന് പറയും. 2 മണിക്കൂർ കഴിഞ്ഞ് ഷുഗർ, അതായത് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 180 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിലാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെന്ന് പറയും. റാൻഡമായിട്ട് നമ്മളൊരു ദിവസം ഉച്ചയായപ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം റാൻഡമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിലാണെങ്കിലും ഡയബറ്റീസ് ആണെന്ന് പറയും. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഷുഗർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഷുഗർ തുടങ്ങി എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് GTT എന്ന് പറയും, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. 1 അവർ പ്ലാസ്മ ഗ്ലൂക്കോസ് നമ്മൾ 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിക്കാൻ കൊടുത്തിട്ട് 1 അവർ കഴിയുമ്പോൾ പ്ലാസ്മ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നു. ആ പ്ലാസ്മ ഗ്ലൂക്കോസ് അതായത് 155 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിൽ ബ്ലഡ് ഷുഗർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ, അതായത് ഷുഗർ പ്രമേഹ രോഗം നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ് മൂലം നമുക്ക് സാധിക്കും. പലപ്പോഴും നമുക്കറിയാം പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് HbA1c ആണെങ്കിൽ 5.6 to 6.4 വരെയാണ്. അപ്പോൾ ആ കാലയളവിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മാത്രം, അതായത് 1 അവർ പ്ലാസ്മ ഗ്ലൂക്കോസ് ടെസ്റ്റ്, 75 ഗ്രാം ഗ്ലൂക്കോസ് ഓറലായിട്ട് കഴിക്കാൻ കൊടുത്തിട്ട് 1 അവർ കഴിയുമ്പോൾ ബ്ലഡ് ഷുഗർ എടുക്കുന്നു. അതിൻ്റെ അകത്തെ പ്ലാസ്മ ഗ്ലൂക്കോസ് 155 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന് മുകളിലാണെങ്കിൽ പുള്ളി ഷുഗറിലേക്ക് നീങ്ങിക്കഴിഞ്ഞു, അതായത് പ്രമേഹ രോഗം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പക്ഷേ നമുക്കൊരു മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹ രോഗിയായി മാറിയിട്ടില്ല. അതുകൊണ്ട് നമുക്കതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് നമുക്ക് ഡയറ്റ് നോക്കി പഞ്ചസാര ഒഴിവാക്കാം, ചോറൊക്കെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാം, എക്സസൈസ് ചെയ്യാം, മരുന്നിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമുക്ക് പ്രമേഹം ഒരു രോഗിയായി മാറുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഈ ഒരു ടെസ്റ്റ് മാത്രമാണ്. HbA1c ഉണ്ട്, അത് നമുക്ക് കൂടുതൽ സ്പെസിഫിക്കും സെൻസിറ്റിവിറ്റിയും കൂടുതലായിട്ടുള്ള ടെസ്റ്റാണ്. പക്ഷേ അത് നമുക്ക് പ്രമേഹ രോഗം വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം HbA1c നമുക്ക് 5.6 6.1 പ്രീ ഡയബറ്റിസ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം സാധ്യതയുണ്ടെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ഷുഗർ കൂടാം. പലപ്പോഴും നമ്മൾ എല്ലാ മാസവും നോക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് 3 മാസം കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 126 മുകളിലാകുന്നുണ്ട്. പലരും 125 അല്ലെങ്കിൽ 120 ഒക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ഷുഗർ ഉണ്ട്. ചിലപ്പോൾ യൂറിൻ എന്തെങ്കിലും ഇൻഫെക്ഷനായിട്ടൊക്കെ വരാം. അപ്പോൾ നമുക്കൊരു സംശയം വരാം, അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, കുടുംബപരമായിട്ട് ഷുഗറുണ്ട്, അപ്പോൾ എനിക്ക് ഷുഗറുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ്, അതായത് GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ചെയ്തിട്ട് 1 അവർ പ്ലാസ്മ ഗ്ലൂക്കോസ് 1 മണിക്കൂർ കഴിഞ്ഞ് പ്ലാസ്മ ഗ്ലൂക്കോസ് നോക്കുമ്പോൾ 155 മുകളിലുണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്ക് ഷുഗർ രോഗം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് മധുരം ഒഴിവാക്കണം, ചോറ് കുറയ്ക്കണം, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് പ്രൈമറി പ്രിവെൻഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പം പ്രമേഹ രോഗം ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ മരുന്നിലേക്ക് കൂടെ പോകേണ്ടി വരും. ആ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കി നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും നമുക്ക് പ്രോപ്പറായുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനും, അങ്ങനെ ഷുഗർ രോഗം നമുക്ക് മാക്സിമം ഒരു 5 to 10 ഇയേഴ്സും കൂടെ നമുക്ക് മാറ്റിവെച്ച് മരുന്ന് ഒഴിവാക്കി ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. താങ്ക് യു.